കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ പോലെ തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നവര് 400 കൂടുകയാണ്. ഇന്നത്തെ നമ്പർ 488 143 പേരാണ് രോഗമുക്തി നേടിയത്. അതോടൊപ്പം ഇന്ന് 2 പേർ കോവിഡ് കാരണം മരണമടഞ്ഞു. തിരുവനന്തപുരത്ത് 66 വയസ്സുള്ള സൈഫുദ്ദീൻ, എറണാകുളത്ത് 79 വയസ്സുള്ള PK ബാലകൃഷ്ണൻ. ഈ 2 പേരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ന് രോഗം ബാധിച്ചവരില് 167 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 76 പേരാണ്. സമ്പർക്കം മൂലം 234 പേർ. ഹെൽത്ത് വർക്കർമാർ 2, ITBP 2, BSF 2, BSc 4. ഇന്ന് ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ തിരുവനന്തപുരം 6, കൊല്ലം 26, പത്തനംതിട്ട 43, ആലപ്പുഴ 11, കോട്ടയം 6, ഇടുക്കി 4, എറണാകുളം 3, തൃശൂർ 17, പാലക്കാട് 7, മലപ്പുറം 15, കോഴിക്കോട് 4, കണ്ണൂർ 1. കഴിഞ്ഞ 24 മണിക്കൂറിനകം 12,104 സാമ്പിളുകൾ പരിശോധിച്ചു. 1,82,050 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 3,694 പേർ ആശുപത്രികളിൽ. ഇന്ന് മാത്രം 570 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ ആകെ 2,33,809 സാമ്പിളുകളാണ് പരിശോധനക്കായി അയച്ചത്. ഇതിൽ 6,449 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. 9 സാമ്പിളുകളാണ് പരിശോധനക്കായി അയച്ചത്. ഇതിൽ 6,449 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 73,768 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 66,636 സാമ്പിളുകൾ നെഗറ്റീവായി. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 195. പുതുതായി 16 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ വന്നത്. ഇന്ന് ലഭിക്കുന്ന കണക്കുകൾ സംസ്ഥാനത്താകെ
രോഗവ്യാപനം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 69 പേർക്കാണ് ഇന്ന് രോഗബാധയുണ്ടായത്. അതിൽ 46 പേർക്ക് സമ്പർക്കം വഴിയാണ്. അതിനു പുറമെ എവിടെ നിന്ന് ബാധിച്ചു എന്നറിയാത്ത 11 കേസുകളുണ്ട്. ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ, ബഫർ സോണുകൾ, ഇവിടങ്ങളിൽ നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി തുടരുകയാണ്. ജില്ലയിലെ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലായി 45 വാർഡുകളാണ് ഇതുവരെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടങ്ങളിൽ സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി നോട്ടീസ് വിതരണം, മൈക്ക് അനൗൺസ്മെന്റ്, സോഷ്യൽ മീഡിയ പ്രചരണം, മാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ ഇവയെല്ലാം നടത്തുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് പ്രദേശങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി റവന്യൂ, പോലീസ്, ആരോഗ്യ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ച് ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. ഈ സംഘം 24 മണിക്കൂറും പ്രവർത്തിക്കും. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലേക്കുള്ള ചരക്ക് വാഹന നീക്കം, വെള്ളം, വൈദ്യുതി തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും സംഘം നിരീക്ഷിക്കും. പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സംഘത്തിനോടൊപ്പമുണ്ടാകും. ഇന്നലെ വരെ ഉള്ള ജില്ലയിലെ കണക്കനുസരിച്ച് 18,828 പേർ വീടുകളിലും 1,901 പേർ വിവിധ സ്ഥാപനങ്ങളിലും കരുതൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതുവരെ പൂന്തുറയിൽ 1366 ആന്റിജൻ പരിശോധന നടത്തി. അതിൽ 262 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പരിശോധന തുടരുകയാണ്. 150 കിടക്കുകളുള്ള ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ അടിയന്തര പ്രാധാന്യത്തോടെ അവിടെ സജ്ജമാക്കും. 2 മൊബൈൽ മെഡിസിൻ ഡിസ്പെൻസറി യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമും ഹെൽപ്പ് ഡെസ്കും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു. മാണിക്യവിളാകം, പൂന്തുറ, പുത്തമ്പള്ളി വാർഡുകളിൽ രോഗവ്യാപന തോതിൽ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് അവിടെ കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് നീങ്ങേണ്ടി വന്നത്. അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസം കണക്കിലെടുത്താണ് ഇവിടങ്ങളിലെ ഓരോ കുടുംബത്തിനും 5 കിലോ അരി വീതം വിതരണം നടത്താൻ നടപടികൾ സ്വീകരിച്ചത്. ഈ 3 വാർഡുകളിലുമായി ആകെ 8,110 കാർഡ് ഉടമകളാണുള്ളത്. അവിടെ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള അധിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ രോഗികൾ വന്നിട്ടുള്ളത്. 87 പേർ. ഈ 87-ൽ 51 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. താമരക്കുളം പഞ്ചായത്തിലെ ITBP ക്യാമ്പ്, കായംകുളം മാർക്കറ്റ്,
ഇവ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ രോഗവ്യാപന സാധ്യത റിപ്പോർട്ട് ചെയ്തത്. ചെല്ലാന ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോയ ജില്ലയിലെ 2 മത്സ്യത്തൊഴിലാളികൾക്കും ഇതിലൊരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബാംഗങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. താമരക്കുളം, നൂറനാട് മേഖലകളിലും കായംകുളത്തും തീരദേശ മേഖലയിലും കൂടുതൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. നൂറനാട് ITBP ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബാരക്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വ്യക്തിഗത ക്വാറന്റൈൻ ഉറപ്പാക്കും. നൂർനാട് ITBP ക്യാമ്പിന് പുറത്ത് വീടുകളിൽ കുടുംബമായി താമസിക്കുന്ന ITBP ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും ക്വാറന്റൈനിൽ ആക്കിയിട്ടുണ്ട്. തീരദേശത്തെ രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരെ കമ്മ്യൂണിറ്റി സെന്ററുകളിൽ നിയോഗിച്ചു. കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തയ്യാറാക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം 54 അതിൽ 25 സമ്പർക്കം വഴിയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കണ്ടെയ്ൻമെന്റ് സോണിൽ നടത്തിയ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിലൂടെ ജൂലൈ 10 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവർ മുൻപ് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കമുള്ളവരാണ്. മലപ്പുറം ജില്ലയിലെ 51 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 27 സമ്പർക്കം മൂലമാണ്. മലപ്പുറത്തിപ്പോ 4 ക്ലസ്റ്ററുകളാണുള്ളത്. സമ്പർക്കത്തിലൂടെ പല മേഖലകളിലും രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ല അതീവ ജാഗ്രതയിലാണ്. പൊന്നാനി താലൂക്ക് മേഖലയിലെ ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ, മുനിസിപ്പൽ കൗൺസിലർ, വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ, ഇങ്ങനെ 25ലധികം വ്യക്തികൾക്ക് ഉറവിടം വ്യക്തമാകാതെ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രദേശത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 7266 ആന്റിജൻ ടെസ്റ്റ് പൊന്നാനിയിൽ നടത്തി. അതിൽ 89 പോസിറ്റീവ് കേസുകളാണ് കണ്ടെത്തിയത്. പൊന്നാനിയിൽ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിൽ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആക്കി. മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമല്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല. അവശ്യ വസ്തുക്കൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന ആളുകൾ നിർബന്ധമായും റേഷൻ കാർഡ് കൈവശം വെക്കണമെന്ന നിയന്ത്രണവും നടപ്പാക്കിയിട്ടുണ്ട്. പാലക്കാട് രോഗം സ്ഥിരീകരിച്ചത്, ഇന്ന് പുതുതായി സ്ഥിരീകരിച്ചത് 48 പേർക്കാണ്. ജില്ലാ ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രവർത്തിക്കുകയാണ്. അതിനു പുറമെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും മാങ്ങോട് കേരള മെഡിക്കൽ കോളേജും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളായി പ്രവർത്തിക്കുന്നു.
സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, ഒറ്റപ്പാലം, മണ്ണാർക്കാട് ഈ താലൂക്ക് ആശുപത്രികൾ, ഇവിടങ്ങളിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കഞ്ചിക്കോട് കിൻഫ്രയിൽ 1000 ബെഡ് സൗകര്യത്തോടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഒരുക്കുന്നുണ്ട്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അട്ടപ്പാടിയിലെ പുതൂർ, ഷോളയൂർ, അഗളി പഞ്ചായത്തുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി. എറണാകുളം ജില്ലയിൽ 47 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 30 പേര് സമ്പർക്കം മൂലമാണ്. 5 പേരുടെ ഉറവിടം വ്യക്തമായിട്ടുമില്ല. ജില്ലയിൽ 45 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് നിലവിലുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ചെല്ലാനം മേഖലയിൽ പരിശോധന ശക്തമാക്കിയത്. ഇവരുടെ കോൺടാക്റ്റ് ട്രേസിംഗ് ആരംഭിക്കുകയും 123 പ്രൈമറി കോൺടാക്റ്റുകളും 243 സെക്കൻഡറി കോൺടാക്റ്റുകളും കണ്ടെത്തുകയും ചെയ്തു. എല്ലാ പ്രൈമറി കോൺടാക്റ്റുകളിലും ടെസ്റ്റ് നടത്തി. 13 പോസിറ്റീവ് കേസുകൾ ഈ ദിവസത്തിനുള്ളിൽ കണ്ടെത്താനായി. അതോടൊപ്പം സർവൈലൻസ് ശക്തമാക്കി. ജൂലൈ 9, 10 തീയതികളിലായി ഫീൽഡ് ടീം ആ പ്രദേശം സന്ദർശിക്കുകയും രോഗലക്ഷണങ്ങളുള്ള 161 പേരെ കണ്ടെത്തുകയും ചെയ്തു. ആലുവ മാർക്കറ്റിനോട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് ആലുവ മാർക്കറ്റിനെ ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ പരിഗണിക്കുകയും രോഗം പടരാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. രോഗബാധയുള്ള വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ഏറ്റവും അടുത്ത എല്ലാ പ്രൈമറി കോൺടാക്റ്റുകളിലും ടെസ്റ്റ് നടത്തുകയും അതിനായി 3 മൊബൈൽ സ്വാബ് കളക്ഷൻ ടീമുകളെ നിയോഗിക്കുകയും ചെയ്തു. 448 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 24 പോസിറ്റീവ് കേസുകൾ കണ്ടെത്താനായി. തൃശ്ശൂരിൽ ഇന്ന് രോഗബാധ 29 പേർക്കാണ്. മുളങ്കുന്നത്തുകാവ് കില ESI ആശുപത്രി, കൊരട്ടി ത്വക്രോഗ് ആശുപത്രി ഇവയെല്ലാം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി നിശ്ചയിച്ചിട്ടുണ്ട്. നാട്ടികയിൽ MA യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം സെക്കൻഡ് ലെയർ ട്രീറ്റ്മെന്റ് സെന്ററാക്കാൻ വിട്ടു നൽകിയിട്ടുണ്ട്. ഇവിടെ 1000 ബെഡ് തയ്യാറാക്കും. മാർക്കറ്റുകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ സിറ്റി പോലീസ് ഓപ്പറേഷൻ ഷീൽഡ് ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് പ്രവർത്തിക്കുന്നത് കൂടാതെ 2 നെഗറ്റീവ് പ്രഷർ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കുകയും പ്ലാസ്മ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് കണ്ണൂരിൽ 19 പേർക്കാണ് രോഗബാധ. കോവിഡ് ചികിത്സക്ക്
കൂടുതൽ സംവിധാനമൊരുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി പരിയാരം ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ മാർക്കറ്റുകളിലും ലോറി ജീവനക്കാർക്ക് വിശ്രമ സൗകര്യം ഒരുക്കുന്നുണ്ട്. കണ്ണൂർ മിംസ് ആശുപത്രിയെ കോവിഡ് ചികിത്സാ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇന്ന് കാസർഗോഡ് 18 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 7 പേർക്ക് സമ്പർക്കം മൂലമാണ്. അതിലെ 2 പേർക്ക് എവിടെ നിന്ന് ബാധിച്ചു എന്ന് വ്യക്തമായിട്ടില്ല. സംസ്ഥാനത്ത് കോവിഡ് 3ാം ഘട്ട രോഗവ്യാപനം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ വെള്ളിയാഴ്ച 12 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 4 പച്ചക്കറി കടകളിൽ നിന്നും ഒരു പഴവിൽപ്പന കടയിൽ നിന്നുമാണ് ഇതിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റ് പ്രദേശങ്ങളിൽ ജൂലൈ 17 വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ ചികിത്സക്കായി തയ്യാറാക്കി. മറ്റു കേന്ദ്രങ്ങളിലും കിടക്കകൾ സജ്ജമായി വരുന്നു. ഇന്ന് കോഴിക്കോട് 17 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. സമ്പർക്കത്തിലൂടെ 8 പേർക്ക്. ഇവിടെ കോഴിക്കോട് നഗരത്തിലെ വലിയങ്ങാടി, പാളയം, SM സ്ട്രീറ്റ്, സെൻട്രൽ മാർക്കറ്റ് ഇവ നിയന്ത്രിത മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനഗതാഗതത്തിനും പൊതുജനങ്ങളുടെ സഞ്ചാരത്തിനും ഇവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് ഇന്ന് 15 പേർക്കാണ് രോഗം ബാധിച്ചത്. സമ്പർക്കം 4 പേര്. 2 കോവിഡ് ആശുപത്രികളിലും 3 പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങളിലുമാണ് രോഗികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വയനാട് ഇന്ന് 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആദിവാസി മേഖലകളിൽ നിരീക്ഷണത്തിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ഹൈ റിസ്ക്, ലോ റിസ്ക് കോളനികളെ പ്രത്യേകം കണ്ടെത്തിയിട്ടുണ്ട്. കോളനിയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ റിസ്ക് ഫാക്ടർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ എല്ലാവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇടുക്കിയിൽ ഇന്ന് 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ദിനംപ്രതി കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ്, തൊടുപുഴ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നത്. കൂടുതൽ കേന്ദ്രങ്ങൾ തയ്യാറായി വരുന്നു. ഇതിനിടയിൽ കോവിഡ് പ്രതിരോധത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം വലുതാകും എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നും ചില കേന്ദ്രങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകളെയും നിയന്ത്രണങ്ങളെയും കൂട്ടാക്കാതെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് കണ്ടു. ഇത് എന്തിൻ്റെ പേരിലായാലും അനുവദിക്കാനാവില്ല. പ്രകൃതി ദുരന്തങ്ങളും മറ്റും വന്നപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് പ്രതിരോധത്തിന്
ഒന്നിച്ചിറങ്ങിയ അനുഭവമുള്ള നാടാണിത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നടത്തുന്ന സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും നേതൃത്വം നൽകുന്നതും കുറ്റകരമാണ് എന്ന് ബന്ധപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സമ്പർക്കം മുഖേനയുള്ള കേസുകൾ കൂടുകയാണ്. ആ സാഹചര്യത്തിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാവണം. സാമൂഹ്യ അകലം കർശനമായി പാലിക്കാനാവണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് ശുചിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ മാസ്കിന്റെ ഉപയോഗം പ്രധാനപ്പെട്ടതാണ്. രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ മാസ്കുകൾ സഹായിക്കുന്നുണ്ട്. കോവിഡ് രോഗബാധിതനായ ഒരാളും മറ്റൊരു വ്യക്തിയും മാസ്ക് ഇല്ലാതെ അടുത്തടുത്ത് വരുന്ന സാഹചര്യത്തിൽ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ രണ്ടാളുകളും മാസ്ക് ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ രോഗം പകരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിൽ മാസ്കുകൾ നിർബന്ധമായും എല്ലാവരും ധരിക്കേണ്ടതുണ്ട്. ലക്ഷണങ്ങളില്ലാത്തവരിൽ നിന്നും രോഗം പരക്കാമെന്നതും ഇത്തരത്തിൽ രോഗം പകർന്നു കിട്ടുന്നവരിൽ ഇത് ഗുരുതരമായ ലക്ഷണങ്ങൾ കാണിക്കാമെന്നതും വസ്തുതയാണ്. പ്രായേണ ആരോഗ്യമുള്ളവരിലൂടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ കോവിഡ് സംസ്ഥാനത്താകമാനം പറന്നു പിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ രോഗബാധ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ രോഗബാധ ചില പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ കഴിയുന്നത്ര രോഗികളെ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതത് പ്രദേശങ്ങളിലെ രോഗബാധ കഴിയുന്നത്ര നേരത്തെ നിയന്ത്രിക്കുന്നതിനും മറ്റു പ്രദേശങ്ങളിലേക്ക് പറന്നു പിടിക്കുന്നത് തടയുന്നതിനുമാണ് ഇത് ചെയ്യുന്നത്. വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ മാർഗങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഉചിതമായ ടെസ്റ്റിംഗ് രീതികളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനോട് എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിക്കുകയാണ് വേണ്ടത്. കോവിഡ് പ്രതിരോധ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റിൽ നിന്നും ധാരാളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. രോഗികൾ വർദ്ധിക്കുന്നത് മൂലവും ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും ചില ജില്ലകളിൽ പോലീസിന്റെ ജോലിഭാരം വല്ലാതെ ഏറിയിട്ടുണ്ട്. പല സ്ഥലത്തും മണിക്കൂറുകളോളം പോലീസുകാർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു. ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് യഥാസമയം ജോലിക്കെത്താൻ കഴിയാതെ വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ദിവസം കുറഞ്ഞത് 2 ഷിഫ്റ്റുകളിലായി ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതാവും ഉചിതമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ നിർദ്ദേശമാണിത്. കുറേ സ്ഥലങ്ങൾ നടപ്പാക്കപ്പെട്ടതുമാണ്. സ്പെഷ്യൽ യൂണിറ്റിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ
അവരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള പ്രദേശത്ത് നിയോഗിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസിലെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറും ADGPയുമായ കെ പത്മകുമാർ എല്ലാ ജില്ലകളും സന്ദർശിച്ച് പോലീസുകാരുടെ ക്ഷേമം സംബന്ധിച്ച റിപ്പോർട്ട് ദിവസേന സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസുകാർക്ക് ആവശ്യത്തിന് ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കും. കുടിവെള്ളവും ഭക്ഷണവും ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ മുതിർന്ന പോലീസ് ഓഫീസർമാർ സന്ദർശിക്കും. അവരുടെ ക്ഷേമം അന്വേഷിക്കും. ഇനിയൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. ഇന്ന് ഒരു പ്രധാന പത്രം ഒരു വ്യാജ വാർത്ത നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടു. പൂന്തുറ പ്രദേശം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി മാറിയ ഘട്ടത്തിൽ ചില കുൽസിത ശക്തികൾ അഭ്യൂഹങ്ങൾ പരത്തി ജനങ്ങളെ തെരുവിലിറക്കിയത് ഇന്നലെ നാം കണ്ടതാണ്. ആ പ്രദേശത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരും അവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മാധ്യമം ചിത്രം സഹിതം പ്രസിദ്ധീകരിച്ച വാർത്ത ഇത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും സ്വോദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തകരെ മോശക്കാരായി ചിത്രീകരിക്കാനുമാണ്. ആ വ്യാജ ചിത്രത്തിലുള്ളത് ഇടതുപക്ഷ പ്രവർത്തകരായ ബേലിദാസും ബേബി മാത്യുവുമാണ്. വിശ്വാസികളായ പ്രദേശവാസികൾ പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ സ്വാഭാവികമായും അവരെ സമാധാനിപ്പിക്കാൻ, സത്യാവസ്ഥ ബോധിപ്പിക്കാൻ, സാമൂഹ്യ വ്യാപനത്തിനിടയാകാതെ പിന്തിരിപ്പിക്കാൻ സർക്കാർ സാധ്യമായ രീതിയിലെല്ലാം നാട്ടുകാരെ സമീപിച്ചു. അതിനായി പുരോഹിതന്മാരുടെയും പ്രാദേശിക നേതാക്കളുടെയും സഹായവും തേടി. അപ്പോൾ അവിടെ നിന്നെടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെയും പോലീസിനെയും അടർത്തി മാറ്റി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കിയത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അത് മാധ്യമ നൈതികതയല്ല. കോവിഡ് ഭീതിയിൽ അല്ലാതായാൽ പോലും, അല്ലാത്ത ഘട്ടത്തിലായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തീരദേശത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥ വന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ആളുകൾ തമ്മിൽ കൂടുതൽ ഇടപഴകുന്ന അവസ്ഥ അവിടെ ഉള്ളതുകൊണ്ടാണ്. അത്തരമൊരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഇടപെടലുകളാണ് അവിടെ ആവശ്യം. ദൈനംദിനം കടലിൽ പോയി ജീവനോപാധി കണ്ടെത്തുന്ന നമ്മുടെ സഹോദരങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വിഷമിക്കുകയാണ്. അവർക്ക് ആകാവുന്ന സഹായങ്ങളെല്ലാം നൽകേണ്ട ഘട്ടവുമാണിത്. കേരളം മഹാപ്രളയം നേരിട്ടപ്പോൾ എല്ലാം മറന്ന് നമ്മുടെ
സ്വന്തം സൈന്യമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാണ് തീരദേശത്ത് ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് മാധ്യമങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും കടമ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അവർക്ക് നമ്മുടെ യോജിച്ച പിന്തുണ നൽകിയേ തീരും. 16-ാം തീയതി എഞ്ചിനീയറിംഗിന്റെ ഒരു പരീക്ഷ രക്ഷകർത്താക്കളെ വിദ്യാർത്ഥികൾ പല കണ്ടെയ്ൻമെന്റ് സോണിലടക്കം വിദ്യാർത്ഥികളുണ്ട്. അത് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് വല്ല ആലോചനയുണ്ടോ? 16-ാം തീയതി നടക്കുന്ന അതെന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാം. പിന്നെ ഞായറാഴ്ച ലോക്ക്ഡൌൺ ഉണ്ടാകുമോ അതോ പൊന്നാനിയിൽ മാത്രമാണോ? അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ നിരവധി തുടങ്ങുന്നുണ്ട്, എല്ലായിടത്തും തുടങ്ങുന്നുണ്ട്. അവിടത്തേക്ക് ആവശ്യമായ ഡോക്ടർമാരും ഹെൽത്ത് വർക്കർമാരും ഇപ്പോൾ ഉണ്ടോ? ഞായറാഴ്ചത്തെ ലോക്ക്ഡൗൺ എന്നത് നമ്മൾ നേരത്തെ നിർത്തിയല്ലോ, അതാ പൊതുവിൽ അങ്ങനെ ഇല്ലല്ലോ. എന്നാൽ നിശ്ചിത സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ അത് ആ സ്ഥലങ്ങളിൽ തുടരുന്ന നിലയുണ്ടാകും. അതല്ലാതെ പൊതുവിൽ ഞായറാഴ്ച സംസ്ഥാനമാകെ ലോക്ക്ഡൗൺ എന്നത് നമ്മൾ നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. സമരത്തെ കുറിച്ച് പറഞ്ഞു. ഈ സമരം അവർ നടത്തുന്നത് ഒരു അന്വേഷണം, സംസ്ഥാനം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞാണ് ഇപ്പൊ സമരം നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ, അതെല്ലാം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിൽ തന്നെ കറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവസാനം അതിലേക്ക് വരാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ. ഇതാണല്ലോ നാടിപ്പ് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്നലെ സിഎം പറഞ്ഞിരുന്നത് ഈ സ്വപ്ന മാർക്കറ്റുകളിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വാഹനങ്ങൾ വരേണ്ടതില്ല എന്നൊരു നിലപാട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സംസ്ഥാനത്തിനകത്തേക്ക് വരുന്നത്. ഇപ്പൊ അതിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ഉണ്ടാകുമോ? മാർക്കറ്റുകളിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വാഹനങ്ങൾ വരേണ്ടതില്ല എന്നൊരു നിലപാട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സംസ്ഥാനത്തിനകത്തേക്ക് വരുന്നത്. ഇപ്പം അതിന് ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇന്നലെ ഞാൻ പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ. ഓരോ ചെക്ക് പോസ്റ്റിൽ നിന്നും വാഹനം കടക്കുമ്പോൾ തന്നെ എവിടത്തേക്കാണോ പോകുന്നത്, ആ ചരക്കുമായിട്ട് പോകുന്ന വാഹനത്തിൻ്റെതാണ്, എവിടത്തേക്കാണോ പോകുന്നത് അത് രേഖപ്പെടുത്തും. അപ്പോൾ തന്നെ പോലീസ് ആ വിവരം ബന്ധപ്പെട്ട സ്ഥലത്ത് അറിയിക്കും. അപ്പോൾ എവിടെയാണോ എത്തുന്നത് ആ എത്തുന്ന സ്ഥലത്തെ തദ്ദേശഭരണ സ്ഥാപനം അവർക്കാവശ്യമായ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഒരുക്കും. ഇത്രയും നടപടികൾ ഇപ്പം തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ചില മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട് ചില രോഗവ്യാപന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതും കുറച്ച് ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ചില മാർക്കറ്റ് അടച്ചിടുന്ന അവസ്ഥ വന്നിട്ടുമുണ്ട്. അതിലും തുടർ നടപടികൾ ചിലത് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ സ്ലോ പരിശോധന എടുത്ത ശേഷവും അവർ ഡ്യൂട്ടി തന്നെ തുടരുന്നു. ഇന്നലെ പൂന്തറ സംഭവിച്ചത് ഈ കുട്ടിത്തുറന്നൊരു പോലീസുകാരന് കോവിഡ് സ്ഥിരീകരിച്ചു. അപ്പൊ ഈ സ്ലോ പരിശോധനയ്ക്ക് ശേഷം അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനോ ക്വാറന്റൈനിൽ നിർത്താനോ നടപടി ഉണ്ടാകുമോ?
അല്ല, സ്രവ പരിശോധന എന്ന് പറയുന്നത് രോഗലക്ഷണമുള്ളവരെയല്ല നടത്തുന്നത്. ഇത്തരം വിഭാഗങ്ങളിൽ എല്ലാവരിലും സ്രവ പരിശോധന നടത്തുകയാണ്. അത് രോഗലക്ഷണമുള്ളവരല്ല. ഇവർ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് എന്നുള്ളത് കൊണ്ട് രോഗം ബാധിച്ചേക്കാൻ ഇടയുള്ളവർ എന്ന് കാണുന്നതിനാലാണ് അവരിൽ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലൂടെ അവർ രോഗം കണ്ടെത്തിയാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന രീതിയാണ് എടുക്കുന്നത്. പരിശോധിക്കുന്നവരെ മുഴുവൻ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ നമ്പറായിട്ട് വരും. അത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. നല്ല വ്യാപകമായ പരാതികളുണ്ട്. ഈ 11 മണി വരെ കടകൾ തുറക്കുന്ന അത് തുറക്കുന്ന അധികം കൂടുന്ന മണിക്കൂറുകൾ കൂട്ടുന്ന എന്തെങ്കിലും സാഹചര്യം ഇപ്പോൾ തലസ്ഥാനത്തുണ്ടോ? അതുകൊണ്ട് രണ്ടാമത്തെ കൂടി കാര്യം എന്ന് പറയുമ്പോൾ അന്ന് കഴിഞ്ഞ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെ കേസിൽ കുറ്റകൃത്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് FIR എടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനും എന്താണ് CM-ന്റെ മറുപടി? സ്ഥലത്തിന്റെ കാര്യത്തില്, സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തില് നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ പരിശോധനകൾ നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി കാര്യങ്ങൾ കണ്ടെത്താൻ ഇപ്പം തന്നെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാം കൂടി അവസാനം നമുക്കെടുക്കാം. ഇതിൻ്റെ ഭാഗത്ത് നിൽക്ക് തൽക്കാലം, എന്നിട്ട് അവസാനം എടുക്കാം. 15-ാം തീയതി കടകൾ തുറക്കുന്ന കാര്യത്തിൽ പറഞ്ഞില്ല. കടകൾ തുറക്കുന്ന കാര്യത്തെ കുറിച്ച് വ്യക്തത വന്നില്ല. 11 മണി വരെ മാത്രമേ കടകൾ തുറക്കുന്നുള്ളൂ. സാധനം വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിൽ കാണേണ്ടത് ഈ തിരുവനന്തപുരത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആകെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന നിലയിലേക്ക് പോകുന്നില്ല എന്നൊരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലോക്ക്ഡൗൺ എന്ന നിലയിലേക്കാണ് വരിക. അതിൻ്റെ ഭാഗമായി കടകൾ തുറക്കുന്നതിൽ സ്വാഭാവികമായും വളവും വരും. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ടാവും. ആ പ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ എങ്ങനെ അയവ് വരുത്താൻ കഴിയുമെന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി ആലോചിക്കും. പക്ഷേ ഈ സമൂഹ വ്യാപനം വന്നപ്പോൾ ഈ രോഗികളെ പ്രവേശിപ്പിക്കാൻ കിടക്കകളില്ലാത്ത അവസ്ഥ വന്നു. ആർക്കാണ് വെന്റിലേറ്റർ കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. വെന്റിലേറ്റർ ഇല്ലാത്ത നില. ഡോക്ടർമാർക്ക് വല്ലാത്ത മാനസിക പ്രയാസം. ഒരു വെന്റിലേറ്ററിലേക്ക് ഒരാളെ കടത്തണമെങ്കിൽ അവിടെ കിടക്കുന്നയാളെ മാറ്റണം. മാറ്റിയാൽ സംഭവിക്കുന്നത് എന്താ? അവിടെ തീർന്നു. എന്നാൽ ചിലയിടത്ത് മാറ്റാൻ നിർദ്ദേശം. ഇതെല്ലാം കടുത്ത മാനസിക സംഘർഷത്തിന് ഇത്തരം രാജ്യങ്ങളിലെ ഡോക്ടർമാർ തന്നെ ഇടയാകുന്ന നിലയുണ്ടായി. അതുപോലെ തന്നെ അനേകം രോഗികൾ ഉണ്ടാകുമ്പോൾ അവിടെ ആശുപത്രികൾ രോഗത്തിൻ്റെ കേന്ദ്രമായി അങ്ങ് മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും രോഗം ബാധിക്കുന്നു, മരണം സംഭവിക്കുന്നു. ആളുകളില്ലാത്ത അവസ്ഥ, ചികിത്സിക്കാൻ ആളുകൾ മടിക്കുന്ന അവസ്ഥ, തയ്യാറാകാത്ത അവസ്ഥ. ഇതൊക്കെ നാം കണ്ടതാണല്ലോ. പോട്ടെ, മരിച്ചതിന് ശേഷം ശരിയായ രീതിയിൽ മറവ് ചെയ്യാൻ കഴിഞ്ഞു. അവിടങ്ങളിൽ ശരിക്കും കുഴിച്ചിട്ടുണ്ടേ, അതിനുപോലും പറ്റിയോ? ആ ശ്മശാനങ്ങളിൽ കൂട്ടത്തോടെ ചെയ്യുന്നുവെന്ന് നമ്മൾ കേട്ടില്ലേ? ഇതൊക്കെ നമ്മൾ ഇവിടെയല്ല, മറ്റിടങ്ങളിൽ നാം കണ്ടതാണല്ലോ. ആ മറ്റിടങ്ങളിൽ കണ്ടതിൻ്റെ ആ ഒരു ചെറിയ ഭാഗം ഇവിടെ വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഇതാണ് നാം കാണേണ്ടത്. ഇതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് മാത്രമായിട്ട് പ്രത്യേക കവചകുണ്ടലങ്ങളൊന്നുമില്ല. അത് നാം പ്രത്യേകമായി ഓർക്കണം. 7 മണിയാവാൻ പോകുന്നു. ഈ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇവിടെ അന്വേഷണം നടത്താത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നത്. അന്വേഷണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പറയുന്ന കാര്യത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. NIA തന്നെ നടത്തുകയാണ്. മറ്റൊരു പ്രശ്നമുള്ളത് ഈ പറയുന്ന വിവാദ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നത്തിലാണ്. അതൊരു പരാതി ഇന്ന് ഉയർന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട്
സ്വാഭാവികമായും അന്വേഷണം നടത്തും എന്ന് തന്നെയാണ്. ആ അന്വേഷണം നടത്താനുള്ള ഏർപ്പാടുകൾ പോലീസ് സ്വാഭാവികമായും ചെയ്യും. മറ്റേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസല്ല എന്ന് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. CM ഏതാനും ദിവസങ്ങളായി കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് CM തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ആകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് തന്നെയാണ് പ്രതിപക്ഷം നിരന്തരമായി ഈ സമരം നടത്തുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയമായ അവസരം ഉപയോഗിച്ച് എന്തെങ്കിലും നേടാനാവോ എന്നതിനൊപ്പം നമ്മുടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക എന്നുള്ളൊരു ഗൂഢാലോചന പിന്നിൽ നടത്തുന്നുണ്ട് എന്ന് സംശയിക്കാം. ഞാൻ കഴിയാവുന്നത്ര കടുത്ത വാചകങ്ങൾ ഉപയോഗിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മരണം വ്യാപിക്കണം എന്നാരും ആഗ്രഹിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നേക്കാം. അത് ഒഴിവാക്കലാണ് പ്രധാനം. ഒരു പ്രത്യേക സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ അതൊരു ഇതുപോലത്തെ രോഗങ്ങളാകാം, മഹാമാരികളാകാം, വലിയ പ്രകൃതി ദുരന്തങ്ങളാവാം. ഇപ്പം നമ്മൾ സുനാമി നേരിട്ടവരാണ്, പ്രളയം നേരിട്ടവരാണ്. ആ ഘട്ടത്തിലെല്ലാം നമുക്ക് ഒന്നിച്ചു നിന്നതിനെ നേരിടാൻ പറ്റിയിട്ടുണ്ട്. സുനാമിയുടെ ഘട്ടത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ ആ ഘട്ടത്തിലൊരു പ്രക്ഷോഭ രംഗത്തായിരുന്നു. സുനാമി വന്നപ്പോൾ തന്നെ ആ പ്രക്ഷോഭങ്ങൾ ആകെ നിർത്തിവെച്ചു. എല്ലാ രീതിയിലും അതുമായി സഹകരിക്കാൻ തയ്യാറായി. ഇതൊക്കെ മനുഷ്യസ്നേഹപരമായി ചിന്തിക്കുന്ന ഏതൊരു പ്രസ്ഥാനവും സ്വീകരിക്കുന്ന നിലപാടാണ്. ഞങ്ങൾ ലംഘിക്കും, ഇതിന്റെ പ്രോട്ടോക്കോളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നേതൃനിര തന്നെ സമരത്തിലേക്ക് വരിക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വരട്ടെ, എന്തെന്ന് വരാനാണ് പറയുന്നത്? ഏതാണ് അവർ ആഗ്രഹിക്കുന്ന നില? അതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അതിലേക്കല്ല പോകേണ്ടത്. ഞാൻ ഇപ്പോഴും അഭ്യർത്ഥിക്കുന്നത്, ഇതൊരു പ്രത്യേക ഘട്ടമാണ്. സൂപ്പർ സ്പ്രെഡ് നല്ലതുപോലെ വരുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നാം പോയാൽ വളരെ പ്രത്യേകതയാർന്ന നിലയിലേക്ക് പോകും. ഇന്നത്തെ റിസൾട്ട് പരിശോധിച്ചാൽ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടൊരു അത്യന്തം ഉത്കണ്ഠാകുലമായ അവസ്ഥയുണ്ട്. നാം എല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങേണ്ടതാണ്. ഇതിനേക്കാളും മോശമായ അവസ്ഥയിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ടുണ്ട്. അതൊന്നിച്ച് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കതിന് കഴിയുമെന്ന് നാം നേരത്തെ തെളിയിച്ചതാണ്. അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. അതിനെല്ലാവരും സഹകരിക്കണം. അതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നൊരു എംപിയാണ് അല്ല, മനസ്സിലായില്ല. പ്രോട്ടോകോളിൽ ലംഘിക്കുമെന്ന് പറഞ്ഞത് ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കുമോ? ഇതെല്ലാവർക്കും ഒരു പ്രോത്സാഹനമല്ലേ ഇങ്ങനെ പറയാൻ? നിയമ നടപടികൾ സ്വീകരിക്കൽ ഒരു മാർഗമാണ്. അതല്ലാലോ വഴി. സാധാരണഗതിയിൽ ഈ ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ അവരെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ആ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണ്ടേ? സ്വീകരിക്കുന്ന നിലപാട് ജനവിരുദ്ധമായി പോകാൻ പാടുണ്ടോ? ജനങ്ങളെ ആപത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടെടുക്കാൻ പാടുണ്ടോ? അതല്ലേ നാം ചിന്തിക്കേണ്ടത്. മറ്റത് സർക്കാരിൻ്റെ സാധാരണഗതിയിലുള്ള വഴിയാണല്ലോ. ആ വഴി മാത്രം എല്ലാവരും നോക്കേണ്ടത്. ജനങ്ങളുടെ കൂടെയല്ലേ നാം എല്ലാവരും നിൽക്കുന്നത്. ആ ജനങ്ങളെ മറന്നുകൊണ്ടൊരു കളി കളിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. ഇതൊരു പ്രത്യേക ഘട്ടമാണ്. ഈ ഘട്ടത്തെ നമുക്ക് ഒന്നിച്ചു നിന്ന് നേരിടാനാവണം. എല്ലാവരുടെയും സഹകരണം, പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബാക്കി നമുക്ക് പിന്നീടാവാം.